വയനാട് ദുരന്തത്തിൽ പാലം ഒലിച്ചുപോയതിനെ തുടർന്ന് ആദ്യഘട്ടത്തിൽ രക്ഷാപ്രവർത്തകർക്ക് മുണ്ടക്കൈയിൽ എത്തിച്ചേരാൻ കഴിയാതിരുന്നത് രക്ഷാദൌത്യത്തെ പ്രതികൂലമായി ബാധിച്ച വാർത്തകൾ നാം കേട്ടതാണ്. തുടർന്ന് 35 മണിക്കൂർ കൊണ്ട് സൈന്യത്തിന്റെ പ്രയത്നഫലമായി പണിതുയർത്തിയതാണ് ബെയിലി പാലം. 24 ടൺ ഭാരം വഹിക്കാൻ ശേഷിയുള്ള പാലം യാഥാർത്ഥ്യമായതോടെ ഭാരമേറിയ യന്ത്രസാമഗ്രികളും ആംബുലൻസ് അടക്കമുള്ള വാഹനങ്ങളും എത്തിച്ച് രക്ഷാപ്രവർത്തനം ഊർജിതമാക്കി. സ്ഥിരം പാലം വരുന്നതുവരെ ഈ പാലം ഇവിടെ നിലനിർത്തുമെന്നും സൈന്യം പറഞ്ഞു കഴിഞ്ഞു. എന്താണ് ഈ ബെയിലി പാലം? നാം അത് അറിയേണ്ടതുണ്ട്. വലിയ ചരിവുള്ള ദുർഘടമായ പ്രദേശങ്ങളിൽ അടിയന്തരമായി പണിയുന്ന പാലമാണ് ബെയിലി പാലം. മുമ്പ് തന്നെ നിർമ്മിച്ചു വച്ച ഭാഗങ്ങൾ പെട്ടെന്നു തന്നെ ഇത് നിർമ്മിക്കേണ്ട സ്ഥലത്തെത്തിച്ച് കൂട്ടിച്ചേർത്താണ് ഈ പാലം നിർമ്മിക്കുന്നത്. ഇന്ത്യയിൽ ആദ്യമായി സിവിലിയൻ ആവശ്യങ്ങൾക്കായി ബെയിലി പാലം നിർമ്മിച്ചത് പമ്പ നദിക്ക് കുറുകെ പത്തനംതിട്ട ജില്ലയിലെ റാന്നിയിലാണ്. 36 വർഷം പഴക്കമുള്ള റാന്നി പാലം തകർന്നപ്പോഴാണ് പാലത്തിനു പകരം ഇത്തരം താൽക്കാലിക പാലം സൈന്യം നിർമ്മിച്ചു നൽകിയത്. അടുത്ത 2 മാസത്തേക്ക് ഈ പാലത്തിലൂടെയായിരുന്നു ഭാരം കുറഞ്ഞ വാഹനങ്ങൾ നദിക്ക് കുറുകെ കടന്നത്. 1996 നവംബർ 8-നാണ് റാന്നിയിൽ സൈന്യം ബെയിലി പാലം നിർമ്മിച്ചു നൽകിയത്. ഏറ്റവും ഉയരത്തിൽ നിർമ്മിക്കുന്ന ഉരുക്കുകൊണ്ടുള്ള സവിശേഷമായ പാലമാണിത്. ഇന്ത്യയിൽ ആദ്യമായി സൈനിക ആവശ്യത്തിനായി ഇത്തരം പാലം നിർമ്മിച്ചത് കാശ്മീരിലാണ്. ലഡാക്കിലെ ദ്രാസ് നദിക്കും സുറു നദിക്കും ഇടയിൽ ആണിത് നിർമ്മിച്ചിരുന്നത്. അതിന് 30 മീറ്റർ നീളമുണ്ടായിരുന്നു. ഇന്ത്യൻ ആർമിയാണ് ഇത് സ്ഥാപിച്ചിരുന്നതും. ബ്രിട്ടീഷുകാർ 2ാം ലോക മഹായുദ്ധ സമയത്ത് രൂപപ്പെടുത്തിയതാണ് ഇത്തരം പാലങ്ങൾ. ബ്രിട്ടീഷ്, കനേഡിയൻ, അമേരിക്കൻ കരസേനയാണിന്ന് ഇത്തരം പാലങ്ങൾ കൂടുതലായി ഉപയോഗിച്ചു വരുന്നതും. 1942-ൽ 2ാം ലോക മഹായുദ്ധ സമയത്ത് ബ്രിട്ടീഷുകാരനായ ഡൊണാൾഡ് ബെയ്ലിയാണ് ആദ്യമായി ഇത്തരൊരു പാലം ഉണ്ടാക്കിയത്. അതുകൊണ്ടാണ് പാലത്തിന് ബെയിലി പാലം എന്ന പേര് വന്നതും. ഇവയ്ക്ക് പല ഗുണങ്ങളുമുണ്ട്. ഇവ നിർമ്മിക്കാൻ പ്രത്യേക ഉപകരണങ്ങളുടെ ആവശ്യമില്ല. കൂട്ടിച്ചേർക്കാൻ ഭാരം കൂടിയ യന്ത്രങ്ങളും വേണ്ട. തടി കൊണ്ടും സ്റ്റീൽ കൊണ്ടും മുമ്പ് തന്നെ ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള ഇതിന്റെ ചെറുഭാഗങ്ങൾ ഭാരം കുറഞ്ഞതും ചെറുതുമായതിനാൽ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് ട്രക്കിൽ കൊണ്ടുപോകാൻ പ്രയാസവുമില്ല. ഭാരം കുറഞ്ഞ ഈ ഭാഗങ്ങൾ കൈകൊണ്ടു തന്നെ വച്ചുപിടിപ്പിക്കാം. ഇതിന് ക്രെയിനിന്റെ ആവശ്യവും വരുന്നില്ല. എന്നതൊക്കെ ഈ ബെയിലി പാലത്തിന്റെ പ്രത്യേകതകളാണ്.